ഇപ്പോൾ കൊച്ചി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അനാശാസ്യ റാക്കറ്റിനെ കൊച്ചി പോലീസ് പൊളിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പറയും. അപ്പോൾ ആ പൈസ എല്ലാം നമ്മൾ സീസർ മഹാജർ പ്രകാരം സീസ് ചെയ്തിട്ട് അത് കോടതിക്ക് കൊടുത്തിട്ട് ശേഷം കോടതിയുടെ ഓർഡർ കൂടെ ഈ 1,32,00,000 വിക്ടിംക്ക് തിരിച്ചു കൊടുക്കണമെന്ന ഓർഡറായി. അതിനകത്ത് 35 ലക്ഷം നമുക്ക് വിക്ടിംക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി പൈസ കുറച്ച് പൈസ വേറെ കേസിലേക്ക് വേണ്ടിയും ഫ്രീസ് ചെയ്ത് പെട്ടിട്ടുള്ളത് കൊണ്ട് ആ പൈസ ഇനി തിരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കേസിൽ നേരത്തെ ഒരു 2 പ്രതികളെ ആൾറെഡി നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിയെ ഒരു ലിങ്കൺ ബിശ്വാസ് എന്നയാളെ നമ്മൾ കൽക്കത്ത വെസ്റ്റ് ബംഗാളിലെ നാഡിയ ഡിസ്ട്രിക്റ്റിലെ കൃഷ്ണഗഞ്ച് എന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മറ്റ് നിയമ നടപടികൾ എടുത്തു വരുന്നുണ്ട്. അദ്ദേഹം ഒത്തിരി ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം പല ആൾക്കാരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് കളക്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തി ആ ബാങ്ക് അക്കൗണ്ട് വഴി ഇതെല്ലാം പൈസ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് ആ പൈസ വിഡ്രോ ചെയ്യിപ്പിച്ചിട്ട് അതൊക്കെ കളക്ട് ചെയ്ത് ആ പൈസ വിദേശത്തേക്ക് പല രീതിയിൽ അയക്കുന്ന പരിപാടിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ബിറ്റ്കോയിന് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഈ പൈസ എല്ലാം വിദേശത്തേക്ക് പോകുന്നുണ്ട്. സോ ഇദ്ദേഹം അവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു യുവമോർച്ചയുടെ ഒരു അതിനകത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇൻസ്പെക്ടർ സന്തോഷ് എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അങ്ങോട്ടേക്ക് അയച്ചു. ACP മുരളിയാണ് ഇതെല്ലാം ഈ അവരെ പിടിച്ചു കൊണ്ടുവരുന്ന ഓപ്പറേഷനെല്ലാം നോക്കുന്നത്. അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി ലോക്കൽ പോലീസിൻ്റെ നല്ല സഹായം ഉണ്ടായിട്ടുണ്ട്. അവരുടെ സഹായത്തോടു കൂടിയാണ് ഇദ്ദേഹത്തിനെ പിടിച്ചു കൊണ്ടുവന്നത്. ബാക്കി കേസിൽ ആവശ്യമുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്മൾ സീസ് ചെയ്തു. നെക്സ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആൾറെഡി പരിശോധിച്ചു. കുറച്ച് പരിശോധിച്ച ബാങ്ക് അക്കൗണ്ടുകളിൽ ഏകദേശം 75 ലക്ഷം രൂപ പൈസ അതിനകത്തുണ്ട്. ആ പൈസ എല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇദ്ദേഹത്തിൻ്റെ പേരിൽ മൊത്തം ഒരു 10 അക്കൗണ്ടുകൾ നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ അന്വേഷണം നടത്തി വരികയാണ്. അപ്പോൾ നമ്മളത് അന്വേഷിക്കുന്നുണ്ട്. അവിടെ ലോക്കൽ പാർട്ടി ആവശ്യങ്ങൾക്ക് ഇദ്ദേഹം എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ നമ്മൾ ആ ഭാഗം കൂടെ അന്വേഷിക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ് ഇദ്ദേഹം ഒരു ഫോർച്യൂണർ കാർ വാങ്ങിയതായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ തട്ടിപ്പ് നടത്തുന്നതിൻ്റെ മുമ്പ് തന്നെയാണ് അത് വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഒരു വീട് അണ്ടർ കൺസ്ട്രക്ഷനാണ്. അതിനാവശ്യത്തിന് കൂടെ ഇദ്ദേഹം പൈസ ചെലവഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പരിശോധിച്ചതിൽ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അക്കൗണ്ടുകൾ മറ്റ് 15 സംഭവങ്ങളിൽ ഇതുപോലെ ഈ അക്കൗണ്ടുകളുടെ ഒരു പങ്ക് അതിനകത്ത് കൂടെ ഉള്ളതായിട്ട് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കി ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളെല്ലാം എടുത്തിട്ട് നമ്മൾ ഈ NCRP പോർട്ടൽ വഴി ഉപയോഗിച്ചിട്ട് ഈ അക്കൗണ്ടുകൾ വേറെ എന്തെങ്കിലും തട്ടിപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുണ്ട്. ലോക്കൽ പോലീസ് നല്ല രീതിയിൽ നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടിയാണ് പിടിച്ചത്. ഈ തട്ടിപ്പ് നടത്താനാണോ? അങ്ങനെയൊന്നും നമുക്കറിയില്ല. നമ്മളത് ഇനി സ്ഥിരീകരിക്കാനുണ്ട് ആക്ച്വലി. പക്ഷേ ഇതെല്ലാം റീസെൻ്റായിട്ട് നടത്തുന്നുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇദ്ദേഹം ഈ കേസിലെ 3ാമത്തെ പ്രതിയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തത്. ബാക്കി പ്രതികളുടെ കുറച്ച് സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാർട്ടി പുറത്താണ്. അവരെ കൂടെ പിടിക്കാൻ വേണ്ടി മറ്റ് ഇതിനകത്ത് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് സംസാരിച്ച ആൾക്കാർ ഇനി കണ്ടുപിടിക്കാനുണ്ട്. അതറിയില്ല നമ്മൾ.
അല്ല, അവർ ഇതിനകത്ത് കണക്റ്റഡ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള കുറച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ അവിടെ വിഡ്രോ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് അവർ ഇതിനകത്തുള്ളത്. അത് ബാക്കി നമ്മൾ അന്വേഷിക്കണം. ഇവർക്ക് ഓരോരാൾക്ക് എത്ര നോളജ് ഉണ്ട്, അവരുടെ വേറെ ആക്റ്റീവ് റോൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് നമ്മൾ അന്വേഷിച്ച് വരണം. അപ്പോൾ അവർക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ മലപ്പുറത്തുള്ള ആൾക്കാർ. ഇയാൾ ഈ അക്കൗണ്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതൊക്കെ എടുക്കുക, ആ അക്കൗണ്ട് വഴി പൈസ ട്രാൻസാക്ഷൻസ് നടത്തുക എന്നത്, അതിൻ്റെ വിഡ്രോ ചെയ്യിപ്പിക്കുക, അതൊക്കെ ഇയാളാണ് ചെയ്യുന്നത്. ബിറ്റ് കോയിൻസ് വഴി കുറച്ച് ലക്ഷങ്ങൾ പൈസ പോയിട്ടുണ്ട് എന്ന് നമുക്ക് ആൾറെഡി മനസ്സിലായി. ബാക്കി ഇനി കണ്ടുപിടിക്കാനുണ്ട്, വേറെ വഴികൾക്ക് എന്തെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ എന്നത്. ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്മൾ പ്രിലിമിനറി പരിശോധനത്തിൽ നമുക്ക് മനസ്സിലായത് ഒരു ചൈനീസിൻ്റെ ആപ്പ് ഇതിനകത്തുണ്ട്. മറ്റ് കുറച്ച് കംബോഡിയയുടെ IP അഡ്രസ്സുകൾ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷൻസിൽ കയറി വന്നു. സോ ആ ഒരു വിഷയത്തിലെയും ഒത്തിരി അന്വേഷണം ചെയ്യാൻ ബാക്കിയുണ്ട്.